നമസ്കാരം സുഹൃത്തുക്കളെ, സ്പീക്ക് ടു ഇൻസ്പയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് പരാജയം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമ മാത്രമാണ്. തോമസ് എഡിസന്റെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് പരാജയം അവസാനമല്ല, അത് വിജയത്തിലേക്കുള്ള ഒരു പുതിയ തുടക്കമാണ്. ഇന്നത്തെ വിഷയം കേൾക്കാൻ പഠിക്കൂ, വിജയിക്കാൻ പഠിക്കൂ. സുഹൃത്തുക്കളെ, പലരും സംസാരിക്കാൻ പഠിക്കാൻ വർഷങ്ങൾ ചെലവഴിക്കുന്നു, പക്ഷെ കേൾക്കാൻ പഠിക്കുന്നവർ വളരെ കുറവാണ്. വിജയിക്കുന്നവർക്ക് ഒരു പ്രത്യേക ശീലമുണ്ട്. അവർ കൂടുതൽ കേൾക്കും, കുറച്ചു മാത്രം സംസാരിക്കും. കേൾക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ്? കേൾക്കുക എന്നത് ശബ്ദം കേൾക്കുക മാത്രമല്ല, മനസ്സിലാക്കുക എന്നതാണ്. ഒരു നല്ല നേതാവ് ആദ്യം കേൾക്കും, പിന്നെ മാത്രമേ സംസാരിക്കൂ. ഒരു നല്ല അധ്യാപകൻ ആദ്യം കേൾക്കും, പിന്നെ പഠിപ്പിക്കും. ഒരു നല്ല മാതാപിതാവ് ആദ്യം കേൾക്കും, പിന്നെ ഉപദേശിക്കും. കേൾക്കാൻ പഠിച്ചാൽ ബന്ധങ്ങൾ വളരും, ബിസിനസ് വളരും, ജീവിതവും വളരും. വിജയത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങൾ. 1. മൂല്യം സൃഷ്ടിക്കുക. മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുന്നത് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. 2. കഴിവ് വളർത്തുക. നിങ്ങൾ കൂടുതൽ കേൾക്കുമ്പോൾ കൂടുതൽ പഠിക്കും, കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ വളരും. 3. നെറ്റ്വർക്ക് വികസിപ്പിക്കുക. മനുഷ്യർ തങ്ങളെ കേൾക്കുന്ന ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. അതാണ് നല്ല ബന്ധങ്ങളുടെ തുടക്കം. സുഹൃത്തുക്കളെ, ഒരു വലിയ കോൺഫറൻസ് ഹാൾ, ലോകത്തിലെ പ്രമുഖ ബിസിനസ്സുകാർ എല്ലാവരും അവിടെയുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം ഒരു വാക്കുപോലും പറയുന്നില്ല. അദ്ദേഹം വാരൻ ബഫറ്റ്. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം ശാന്തമായി കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരുന്നു. ഒരു യുവാവ് അത്ഭുതത്തോടെ ചോദിച്ചു, സർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒന്നും പറയാത്തത്? വാരൻ ബഫറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കുന്നതിലൂടെയാണ് കൂടുതൽ പഠിക്കാൻ കഴിയുന്നത്. ആ ദിവസം അദ്ദേഹം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു, ഓരോ വാക്കും വിശകലനം ചെയ്തു. അവസാനം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ആ ഒരൊറ്റ തീരുമാനം കോടിക്കണക്കിന് രൂപയുടെ ലാഭം നൽകി. അദ്ദേഹത്തോട് പിന്നീട് ചോദിച്ചു, നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, വിജയിക്കുന്നവർ സംസാരിക്കുന്നതിന് മുമ്പേ കേൾക്കും. അവർ മറുപടി പറയാനല്ല, മനസ്സിലാക്കാനാണ് കേൾക്കുന്നത്. സുഹൃത്തുക്കളെ, പലരും കേൾക്കുന്നത് മറുപടി പറയാനാണ്, പക്ഷെ വിജയിക്കുന്നവർ കേൾക്കുന്നത് പഠിക്കാനാണ്. ഓർക്കുക, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്നത് മാത്രമാണ് പറയുന്നത്, പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ പുതിയ ലോകങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. ഇന്നത്തെ ചലഞ്ച്: ഇന്ന് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് മുറിച്ച് സംസാരിക്കാതെ അവരെ പൂർണ്ണമായി കേൾക്കൂ, ശേഷം മാത്രം മറുപടി പറയൂ. ആ ഒരൊറ്റ മാറ്റം നിങ്ങളുടെ ബന്ധങ്ങളിലും ജോലിയിലും ജീവിതത്തിലും വലിയ മാറ്റം കൊണ്ടുവരും. സുഹൃത്തുക്കളെ, ഓർക്കുക, സംസാരിക്കുന്നതിലൂടെ നിങ്ങൾ ശ്രദ്ധ നേടും, പക്ഷെ കേൾക്കുന്നതിലൂടെ നിങ്ങൾ ബഹുമാനം നേടും. വിജയിക്കുന്നവർ സംസാരിക്കുന്നതിന് മുൻപ് കേൾക്കും. കേൾക്കാൻ പഠിക്കൂ, വിജയിക്കാൻ പഠിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സ്പീക്ക് ടു ഇൻസ്പയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത എപ്പിസോഡിൽ പരാതിയല്ല പരിഹാരമാണ് വിജയികളുടെ വഴി എന്ന ശക്തമായ വിഷയവുമായി വീണ്ടും കാണാം. ഞാൻ സജിത് നമ്പ്യാർ, സ്പീക്ക് ടു ഇൻസ്പയർ. നന്ദി, നമസ്കാരം.